ആദ്യമായ ഒരു ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും നിങ്ങൾ തകരാറുണ്ടോ? ആരെങ്കിലും ഒരു മോശം വാക്ക് പറഞ്ഞാൽ ദിവസം മുഴുവൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? പരാജയം വന്നാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കഴിവിന്റെ കുറവല്ല, മനസ്സിന്റെ ശക്തി കുറവാണ്. ഇന്ന് ഈ വീഡിയോയിൽ ശക്തമായ മനസ്സെങ്ങനെ നിയന്ത്രിക്കാം എന്ന് പറയുന്ന 7 ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ എങ്ങനെയാണ് നമുക്ക് മനസ്സ് നിയന്ത്രിക്കാം? ആർക്കെങ്കിലും അറിയാമോ? നമുക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയതും എന്നാൽ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യമാണ് മനസ്സിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. സോ നമുക്ക് ആ 7 കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യമാണ് യാഥാർത്ഥ്യം സ്വീകരിക്കാൻ പഠിക്കുക. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഇന്ന് വീഡിയോ ചെയ്യുന്ന എനിക്കും ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ആ ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ അംഗീകരിക്കാൻ ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളതാണ്. അതായത് റിയാലിറ്റി ഡസ് നോട്ട് ചേഞ്ച് ബിക്കോസ് വി ഡെനി ഇറ്റ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാം. അതായത് നമുക്ക് ഒരു ദിവസം പൊട്ട ചിന്തകൾ വരാം, നല്ല ചിന്തകൾ വരാം. ചിന്തകൾ ഏതായിക്കോട്ടെ അത് കൺട്രോൾ ചെയ്യാൻ ആദ്യം നമുക്ക് പറ്റിയിരിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് നെഗറ്റീവ് തോട്ട്സ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് അസ്വസ്ഥതയിൽ നിന്ന് ഓടരുത്. അതായത് അസ്വസ്ഥതകൾ എല്ലാവർക്കും ഉണ്ടാവും. ഒരു വ്യായാമം ചെയ്യുമ്പോൾ ക്ഷീണം തോന്നാം, അതുപോലെ തന്നെ എഴുതിരിക്കാം, പഠിക്കുമ്പോൾ ബോറടിക്കാം, അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പേടി തോന്നാം. അപ്പോൾ എല്ലാം ഒരു തുടക്കമാണ്. നമുക്ക് കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ഒരിക്കലും വളരാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, പിന്നുള്ള കാര്യമാണ് കംഫർട്ട് സോണിൽ നിന്നും ഒന്ന് മാറി നിന്നുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് എപ്പോഴും വിജയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവസ്ഥയെ ഉറപ്പായിട്ടും സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യമാണ് ഡിസിപ്ലിൻ എന്ന യഥാർത്ഥ മോട്ടിവേഷൻ. അതായത് മോട്ടിവേഷൻ തിരസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ എന്നും മുന്നോട്ട് പോകാൻ നമ്മൾ സഹായിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഡിസിപ്ലിൻ കൊണ്ട് മോട്ടിവേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, വിജയികളുടെ ഒരു ഏറ്റവും വലിയ കീ ആണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അഞ്ചാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളെ താഴോട്ട് വലിക്കുന്ന ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. അപ്പൊ നമ്മളെ ചെറുതിട്ട് താഴേക്ക് വെച്ചാൽ നോക്കുന്ന ഒരുപാട് പേര് നമ്മൾ നശിപ്പിക്കാൻ, നമ്മളെ ഇല്ലാതാക്കാൻ, അത്തരം ആളുകളെ തോൽപ്പിക്കാം, അത്തരം ആളുകളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും അവരെ നമ്മളുടെ ഏഴായിരത്തേക്ക് ഘടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ആറാമത്തെ കാര്യമാണ് ശരീരത്തെ ശക്തമാക്കുക എന്നുള്ളത്. അതായത് മനസ്സും ശരീരവും തമ്മിലുള്ള കൃത്യമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധം സ്ട്രോങ് ആക്കി വെക്കാൻ ശ്രമിക്കാം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അതിനെ വിച്ഛേദിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകരുത്, ശക്തിയായിട്ട് വെക്കാൻ ശ്രമിക്കുന്നതാണ്. ഇനി ഏഴാമത്തെ അവസാനത്തെ കാര്യമാണ് എല്ലാ ദിവസവും ചെറിയ ചെറിയ വിജയങ്ങൾ നേടുക എന്നുള്ളത്. അതായത് വിജയങ്ങൾ എപ്പോഴും നല്ലൊരു കാര്യമാണ്. തോൽവികളും വരാം, എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വിജയം കണ്ടെത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കുക, 10 മിനിറ്റ് വ്യായാമം ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ചെറിയ വിജയങ്ങൾക്കായിട്ട്. സോ ഈ 7 കാര്യങ്ങൾ ജീവിതത്തിൽ പറ്റുകയാണെങ്കിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് നിങ്ങളുടെ ലക്ഷ്യം അതിലേക്ക് എത്തിച്ചേരാനും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചാൽ പിന്നെ വേറെ ഒന്നിൻ്റെയും ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നതാണ്. ഓക്കെ, നിങ്ങളുടെ മനഃശക്തമാണെങ്കിൽ നിങ്ങൾ സാഹചര്യം നിയന്ത്രിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.